ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 8 അഗ്നിപരീക്ഷയുടെ വിശേഷങ്ങളുള്ള പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഗ്നിപരീക്ഷയിൽ നിന്നും 10 പേരാണ് ഇപ്പൊ ഔട്ട് ഹൗസിൽ ഉള്ളത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ടാസ്കുകളിൽ നിന്നും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ചിലർക്കൊക്കെ പവർ കിട്ടുന്നുണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ അതാണ് കാണിച്ചിട്ടുള്ളത്. 4 ഗ്രൂപ്പുകളായിട്ട് 4 സെഷൻസ് ആയിട്ട് അവർക്ക് ഗെയിം കൊടുത്തു. അതിൽ നിന്നും വിജയിച്ച 2 പേർക്കാണ് ഈ ഇൻഫിനിറ്റി പെൻഡന്റ് യൂസ് ചെയ്യാനുള്ള പവർ കിട്ടിയിട്ടുള്ളത്. ഗെയിം എന്തായിരുന്നു വെച്ചാൽ വളരെ രസമായിരുന്നു കേട്ടോ. ലാലേട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ യം ആൻഡ് യക്ക് ഗെയിം ആയിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അത് ഒരു ടീം രുചിച്ച് നോക്കുന്നതിന്റെ അവർക്ക് എക്സ്പ്രഷൻ പോലും മനസ്സിലാവാതെ ആയിരിക്കും ചിലപ്പോൾ എതിർ ടീം അത് ഗസ് ചെയ്യുന്നത്. ഗസ് ചെയ്തുകൊണ്ട് അവർ കൃത്യമായിട്ട് യം ആണോ യക്ക് ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു പോയിന്റ് കിട്ടും. അങ്ങനെയുള്ള ഗെയിമിൽ വിൻ ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ ഷിജുലാലിനും പ്രവീണിനുമാണ് ആ പവർ കിട്ടിയത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ നമുക്ക് രക്ഷിക്കാനോ മേ ബി പുറത്താക്കാനുള്ള പവർ ആയിരിക്കും വരാൻ പോകുന്നത്. തീരുമാനമായത് എങ്ങനെയാന്ന് വെച്ചാൽ എന്തായിരിക്കും തീരുമാനം എന്ന് ഷിജുലാലിനോട് ചോദിച്ചപ്പോൾ ഷിജു പറഞ്ഞു, ഡിസേർവിംഗ് ആയിട്ടുള്ളവർ പുറത്തു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്നായി പെർഫോം ചെയ്ത ആൾക്കാർ ഇവിടെ നിന്ന് ഭാഗ്യമില്ലായ്മ കൊണ്ട് എവിക്റ്റ് ആവരുതെന്ന് ആഗ്രഹമുണ്ടെന്ന് ഷിജു പറഞ്ഞു. അതുപോലെ തന്നെ ഷിജുവിനും പ്രവീണിനും കിട്ടിയിട്ടുള്ള ആ പവർ യൂസ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞത്. മറ്റൊരു രസകരമായ സേവ് കൂടി നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടായി. അതായത് കണ്ടസ്റ്റൻസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ഷാമോനോട് വന്നിട്ട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഇവിടെ നിലനിൽക്കാൻ ഡിസേർവിംഗ് ആണെന്ന് ഷാമോന് തോന്നുന്നത് ആരാണെന്ന്. ഷാമോന് വേണമെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ കണ്ടസ്റ്റൻസ് നമ്മുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്ന പോലെ, അതായത് എന്റെ സ്പേസ് ഉപയോഗിച്ച് ഞാൻ എന്റെ കാര്യം ആദ്യം സുരക്ഷിതമാക്കട്ടെ എന്ന് കണ്ടസ്റ്റൻസ് എടുത്ത നിലപാട് പോലെ സ്വന്തം പേര് പറയാമായിരുന്നു. ഷാമോൻ അതിന് പകരമായിട്ട് ജഡ്ജസ് ചോദിച്ച ചോദ്യത്തിന് അനുസൃതമായി തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞു. ഷാമോന്റെ പേര് പറഞ്ഞില്ല. രണ്ടാമത്തെ റൗണ്ടിൽ അഖിൽ മാരാർ വന്ന് ചോദിച്ചപ്പോഴും ഷാമോൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. ആ കണ്ടസ്റ്റന്റിന്റെ ഡിസേർവിംഗ് ആണ്, ആ കണ്ടസ്റ്റന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആ പേഴ്സണാലിറ്റിയിലുള്ള പോസിറ്റീവ് മാർക്ക് കൊണ്ട് ഷാമോനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു ഷാമോനെ സേവ് ചെയ്ത്. അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഇൻഫിനിറ്റി പെൻഡന്റിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷിജുവിനോട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഡിസേർവിംഗ് അല്ല, പോവാൻ ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ആളാണ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഷിജു ചൂസ് ചെയ്തത് നമ്മുടെ ഷിബിനെയാണ്. പക്ഷെ ഷിബിനെയെ പിന്നീട് നമ്മുടെ റിയാസ് സലീം, നമ്മുടെ റിയാസ് ബു സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതൊക്കെ വളരെ നല്ല രസമുള്ള മൊമെന്റ് ആയിരുന്നു കേട്ടോ. ആ സേവിന് ശേഷം ഷിജുവിനെ നോക്കി പോക്കിയതുകൊണ്ട് ഷിബിനയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണേണ്ടതായിരുന്നു. അങ്ങനെ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡാണ് അഗ്നിപരീക്ഷയിൽ ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 5 പേര് ഡേഞ്ചറസ് സോണിലേക്ക് പോയതിൽ എവിക്റ്റ് ആയവരിനി ആരൊക്കെയാന്ന് നോക്കണ്ടേ. പിന്നീട് ഒരു മിറാക്കിൾ സേവ് എന്നൊക്കെ പറയാം. പ്രണവും വർഷയും കൂടി നിൽക്കുമ്പോൾ ഈ 2 പേരിൽ ആരാണ് ഡിസേർവിംഗ് എന്ന് തോന്നുന്നതെന്ന് ചോദിച്ചതിന് വർഷ പറഞ്ഞ മറുപടി, പ്രണവ് നല്ലൊരു ഗെയിമർ ആയിരുന്നു, പ്രണവ് ഒരു ഗുഡ് ഗെയിമർ ആണ്. പക്ഷേ എന്ന് പറഞ്ഞ് പ്രണവിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാൻ പോയപ്പോൾ ഈ റീസൺ കൊണ്ട് മാത്രം റിയാസ് സലീം പറഞ്ഞത്, യു ഓൾറെഡി ടോൾഡ് മീ പ്രണവ് ഇസ് എ ഗുഡ് ഗെയിമർ, സോ ഐ എം സേവിങ് പ്രണവ്. അതായത് പ്രണവിനെ സേവ് ചെയ്തു. രണ്ടാമത്തെ അവിടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, പറഞ്ഞത് ഗുഡ് ഗെയിമർ ആണെന്ന് പറഞ്ഞെങ്കിൽ he will be in. പ്രണവിനെ സേഫ് ആക്കിക്കൊണ്ട് വർഷ അൺഫോർച്ചുനേറ്റ്ലി എവിക്റ്റ് ആവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ ഈ എപ്പിസോഡ് അഗ്നിപരീക്ഷയിൽ നിന്നും വർഷ, സ്റ്റിനി, ഷാനു, നന്ദകിഷോർ ഈ 4 കണ്ടസ്റ്റൻസിന്റെ ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. താൽക്കാലികമായിട്ട് നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് മില്യൺസ് ഓഫ് പേര് നിങ്ങളെ കണ്ടു കഴിഞ്ഞു. ഓഡിയൻസ് നിങ്ങളും നമുക്കിടയിൽ ഒരു താരങ്ങളാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുമ്പോൾ നിങ്ങളുടെ പേരും അവിടെ കുറിച്ചിടപ്പെടുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നിപരീക്ഷ ഇനിയും നല്ല മുഹൂർത്തങ്ങളുമായി മുന്നോട്ട് പോട്ടെ. കാണാനുള്ള രസകരമായിട്ടുള്ള സീൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. ആരെയൊക്കെ സേവ് ചെയ്തു എന്നുള്ളതും ആ മൊമെന്റ്സ് നിങ്ങൾ കാണുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എപ്പിസോഡ് ജിയോ ഹോട്ട്സ്റ്റാറിലും ടെലിവിഷനിൽ ടെലികാസ്റ്റ് ആകുമ്പോഴും നിങ്ങൾ കയറി കണ്ടോളൂ. തത്സമയം ശാലിനിയിലൂടെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് വിജയ് ശാലിനി സൈനിങ് ഓഫ്.